നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോജിസ്റ്റിക്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് എടുക്കുന്നത്, ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ളതും ഉള്ള ഒരു ഫീൽഡാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്, സെക്ടറാണ്. അപ്പോൾ വാട്ട് ഈസ് ലോജിസ്റ്റിക്സ് അറിയുമോ നിങ്ങൾക്ക്? അപ്പോൾ അതാദ്യം പറഞ്ഞിട്ടല്ലേ ബാക്കിയുള്ളതിലേക്ക് പോകുന്നത്. അപ്പോൾ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നതിന് മുന്നേ നമുക്കറിയേണ്ടത് സപ്ലൈ ചെയിൻ എന്താണെന്ന്. വാട്ട് ഈസ് സപ്ലൈ ചെയിൻ? സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോ മെറ്റീരിയൽസ്, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ്, അതിപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ ആയിക്കോട്ടെ, ആ ഒരു പ്രോഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ സോഴ്സിങ് മുതൽ പ്രൊക്യൂർമെൻറ്റ് മുതൽ ഒരു ഫൈനൽ പ്രോഡക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലെത്തുന്ന വരെയുള്ള എൻറ്റയർ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സപ്ലൈ ചെയിൻ. ഓക്കെ, ആ സപ്ലൈ ചെയിനിൻ്റെ മാനേജ്മെൻറ്റിനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കാർഗോസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് ഇല്ലേ? ഇപ്പോൾ സോഴ്സിങ് കഴിഞ്ഞ് മാനുഫാക്ചറിങ് യൂണിറ്റിലേക്കുണ്ട്, മാനുഫാക്ചറിങ് കഴിഞ്ഞിട്ട് അത് വെയർ ഹൗസിലേക്കുണ്ട്, അവിടെ നിന്ന് ക്വാളിറ്റി ചെക്കിങ് കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ മൂവ്മെൻറ്റ് ഓഫ് കാർഗോസ് നടക്കുന്നതിനെ പറയുന്ന പേരാണ് ലോജിസ്റ്റിക്സ്. അപ്പോൾ അതായത് ലോജിസ്റ്റിക്സ് മീൻസ് മൂവ്മെൻറ്റ് ഓഫ് കാർഗോസ്. ഓക്കെ, അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് കാർഗോസ് എന്ന് പറയുമ്പോഴത്തേക്കും ലോജിസ്റ്റിക്സ് ഈ കണക്ട് ചെയ്യുന്ന സെക്ടേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കാം, മാനുഫാക്ചറിങ് ആയിരിക്കാം, വെയർ ഹൗസ് ആയിരിക്കാം, ഇൻവെൻട്രി, പ്രൊക്യൂർമെൻറ്റ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒത്തിരി ഏരിയാസ് ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഏരിയാസിലെല്ലാം ഈ ലോജിസ്റ്റീഷ്യൻസിന് ജോലി സാധ്യതകളുണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ വരുന്നതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നതാണ് വെയർ ഹൗസ്. ഇപ്പോൾ മിക്ക പിള്ളേരും വെയർ ഹൗസ്, അത് ചെറിയ ലോക്കൽ സ്റ്റോറേജ് ഗോഡൗൺസ് മുതൽ വലിയ വലിയ വെയർ ഹൗസസിൽ വരെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആക്ച്വലി ഇപ്പോൾ വീട്ടിലാണ്, അതാണ് സൗണ്ടൊക്കെ കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ലോജിസ്റ്റിക്സ് കഴിഞ്ഞ പിള്ളേർ അവർ ചോദിക്കുന്നുണ്ട് 4 മാസത്തെ വെയർ ഹൗസ് എന്ന് പറയുന്ന പ്രോഗ്രാം, അല്ലെങ്കിൽ 3 മാസത്തെ അല്ലെങ്കിൽ 2 മാസത്തെ ഒരു വെയർ ഹൗസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്താൽ മതിയാവുന്നു. അപ്പോൾ അവർക്ക് വെയർ ഹൗസിൽ എന്താ പറയുക, ഓരോരോ ജോബ് റോൾസ് മേളിലേക്ക് നോക്കാൻ പറ്റും. ആ ഒരു പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ തന്നെ വെയർ ഹൗസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ലോജിസ്റ്റിക്സും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കംപ്ലീറ്റ്ലി പഠിക്കുന്ന പിള്ളേർക്ക് എന്താ പറയുക, ലോജിസ്റ്റിക്സിൻ്റെ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ ട്രൈ ചെയ്യാം. അവിടെ പ്രൊമോഷൻസ് കാര്യങ്ങൾ, ഇപ്പോൾ വെയർ ഹൗസ് എക്സിക്യൂട്ടീവായിട്ട്, വെയർ ഹൗസ് സൂപ്പർവൈസറായിട്ട്, ക്വാളിറ്റി ചെക്കറായിട്ട്, ക്വാളിറ്റി അനലിസ്റ്റായിട്ട്, പിന്നെ ഇൻവെൻട്രി കൺട്രോൾ സ്പെഷ്യലിസ്റ്റായിട്ട്, പിന്നെ ഇൻവെൻട്രി മാനേജറായിട്ട്, പിന്നെ എക്സ്പോർട്ട് ബ്രോക്കറായിട്ട്, അങ്ങനെ തുടങ്ങി ഒത്തിരി ജോലി ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് അവൈലബിൾ ആണ്. ഡോക്യുമെൻറ്റേഷൻ എക്സ്പേർട്ടായിട്ട്, എക്സ്പോർട്ട് ഡോക്യുമെൻറ്റേഷനിലും കാര്യങ്ങളിലും ഇതെല്ലാം അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എല്ലാവരും നമ്മൾ കേട്ടിട്ടുണ്ട് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ലോജിസ്റ്റിക്സ് പഠിക്കാം. യെസ്, ഓഫ് കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ അല്ലെങ്കിൽ ഒന്നിനെയും ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുകയല്ല. നമ്മളിപ്പോൾ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ, ഒരു കമ്പനി, നമ്മളിപ്പോൾ ഇൻഡീഡിൽ, അപ്പോൾ ഞാൻ നൗക്കറിയൊക്കെ അങ്ങനെ ജോബ് സൈറ്റ്സിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണാറുണ്ട്, ഒരു കമ്പനി, ആ കമ്പനി ജോലിക്ക് ആളെ എടുക്കുമ്പോഴത്തേക്കും എന്താ പറയുക, ഒരു ക്രൈറ്റീരിയ വയ്ക്കും ഇല്ലേ, ഒരു ഫിൽട്രേഷൻ അവിടെ ചെയ്യുന്നുണ്ട് അവർ. ഒന്നില്ലെങ്കിൽ എക്സ്പീരിയൻസ് ചോദിക്കും, അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് വയ്ക്കും, അതും അല്ലെങ്കിൽ അവർ ക്വാളിഫിക്കേഷൻ്റെ ഒരു ക്രൈറ്റീരിയ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ നോക്കുന്നത് ക്വാളിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയ. കാരണം എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷനുള്ള, അതായത് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളും അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളും അവരുടെ എന്താ പറയുക ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിലവരൊരു ക്രൈറ്റീരിയ, ഒരു മീൻസ് ഒരു ഫിൽട്രേഷൻ പോലെ ഒരു ഏജ് ലിമിറ്റ് വയ്ക്കും. അപ്പോൾ എപ്പോഴും +2 എടുത്തിട്ട് ലോജിസ്റ്റിക്സ് ഫീൽഡിലേക്ക് കയറുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. പിന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന പിള്ളേർ, എക്സ്പോർട്ട് ഇമ്പോർട്ട് മാനേജ്മെൻറ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന പിള്ളേർ, അവരെപ്പോഴും ആ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് മാനേജ്മെൻറ്റ് പഠിക്കാൻ പോകുന്നതിന് മുന്നേ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് അവർക്ക് നല്ലതായിരിക്കും. കാരണം +2 ഉള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡിഗ്രി കഴിഞ്ഞവർക്കാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് സെക്ടേഴ്സിൽ. ഓക്കെ, കാരണം നമ്മൾക്ക് എപ്പോഴും പ്രൊമോഷൻസ് കാര്യങ്ങൾ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ പോകാൻ. അതല്ലാതെ ചെന്ന് എങ്ങനെയും ഒന്ന് കയറി പറ്റുക, എക്സ്പീരിയൻസ് ആയതിനു ശേഷം നിങ്ങൾക്ക് പ്രൊമോഷൻസ് കിട്ടും, പക്ഷേ അത് കുറച്ച് ഡിലേ എടുക്കും. അതേസമയം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഒത്തിരി കിട്ടുന്ന ഒരു ഫീൽഡാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. കമ്പയർഡ് ടു അതർ ഏരിയാസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസും ജോബ് ഏരിയാസും വെച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കാര്യങ്ങൾക്കും സാലറി ഹൈക്കിനും സ്കോപ്പുള്ള, അതായത് എന്താ പറയുക, അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്.
അതുപോലെ ബോയ്സിന് മാത്രമല്ല ഗേൾസിനും ലോജിസ്റ്റിക്സിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ഡോക്യുമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ബിസിനസ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ആണെങ്കിലും ഒത്തിരി, അതായത് ഓഫീസ് വർക്ക് പോലെ തന്നെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള ജോലികൾ ഗേൾസിന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു ഇതാണ്, ഞാൻ ഇത്ര ഫീസ് കൊടുത്ത് പഠിച്ചു പക്ഷേ എനിക്ക് ജോലി കിട്ടിയില്ല, അതുപോലെ തന്നെ ഇത്ര ഫീസ് കൊടുത്ത് പഠിച്ചു എനിക്ക് സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ലായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ ഒന്നും കൂടി പഠിക്കണം, സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് എനിക്ക് എന്തെങ്കിലും വകുപ്പുണ്ടോ, ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ പഠിക്കുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ആ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ആദ്യം കംപ്ലീറ്റ്ലി റിസർച്ച് ചെയ്യുക, എവിടെയാണ് നല്ല കോഴ്സ് കിട്ടുക, അവരുടെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ, സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെന്ന് പറയാൻ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഏതാണ്, അതിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയൊക്കെ വാലിഡ് ആണ്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും, അതെല്ലാം നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവർ എന്താ പറയുക, അക്കാഡമീസ് പറയുന്നത് വിശ്വസിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് എഫേർട്ട് ഇടുക. നാളെ അവരെ എന്താ പറയുക ബ്ലെയിം ചെയ്തിട്ടോ ഒന്നും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി സ്കിൽ അക്വയർ ചെയ്യുവാണ്. അപ്പോൾ എന്നാലാണ് ജോലി കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അത് ഡിഗ്രി കഴിഞ്ഞിട്ടും സ്കിൽ അക്വയർ ചെയ്യാൻ പോകണം, സ്കില്ല് പഠിക്കാൻ പോകണം. അതുപോലെ തന്നെ +2 കഴിഞ്ഞിട്ട് സ്കില്ല് പഠിക്കാൻ പോകണം. എങ്കിൽ പിന്നെ +2 കഴിഞ്ഞിട്ട് പോയപ്പോൾ ഒബ്വിയസ്ലി അത് നല്ലൊരു തീരുമാനമാണ്. പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് പോയാലും അതിന് വാല്യൂ ഉണ്ട്, വാല്യൂ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പോകുന്ന ടൈമിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്ത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, നല്ല അക്കാഡമി ഏതാണെന്ന് നോക്കി മനസ്സിലാക്കി അവരുടെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ നോക്കി, പ്രോപ്പർ കംപ്ലീഷൻ, അവരുടെ എക്സാം രീതി എങ്ങനെയാണ്, പ്രോപ്പർ കംപ്ലീഷൻ എങ്ങനെയാണ് വരുന്നത്, പ്രാക്ടിക്കലി നിങ്ങൾക്ക് ക്ലാസ് അവൈലബിൾ ആണോ, തിയറി മാത്രം പഠിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ പ്രാക്ടിക്കലി ക്ലാസ്സസ് അവൈലബിൾ ആണോ, കേസ് സ്റ്റഡീസ് അവൈലബിൾ ആണോ, അതുപോലെ തന്നെ വർക്ക്ഷോപ്സ് അവൈലബിൾ ആണോ, ഇൻറ്റേൺഷിപ്പ് അവൈലബിൾ ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങുക. അപ്പോൾ ഒരു 3-4 സ്ഥലങ്ങളിൽ വിളിച്ച് അന്വേഷിക്കുക, കോളേജുകളിൽ നിങ്ങൾ തന്നെ ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ. പിന്നെ അടുത്തത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലോജിസ്റ്റിക്സിൻ്റെ ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴേക്കും എത്ര സാലറി വരും. ഒരിക്കലും കേരളത്തിനകത്ത് നമ്മൾ ഹൈ സാലറി പ്രതീക്ഷിച്ച് ജോലിക്ക് ലോജിസ്റ്റിക്സ് പഠിച്ചിട്ട് കാര്യമില്ല, അതൊരു ഫാക്റ്റാണ്. ഓക്കെ. അതായത് കേരളത്തിനകത്ത് നിങ്ങൾക്കൊരു മാക്സിമം 20K നല്ല രീതിക്ക് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് കിട്ടും. പക്ഷേ ഒരു ആവറേജ് ഞാൻ പറയുവാണെങ്കിൽ 20,000, 18,000 മുതൽ 20,000 വരെയൊക്കെ നിങ്ങൾക്ക് സാലറി വരിക. അത് ഒരു ആവറേജ് ആട്ടോ. ഇൻ്റർവ്യൂവിന് നല്ല രീതിക്ക് പെർഫോം ചെയ്തു, അതുപോലെ തന്നെ ജോബ് റോൾസ് നല്ല രീതിക്കുള്ളത് നിങ്ങൾക്കാണ് ആദ്യം തന്നെ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലറി ഹൈ കിട്ടും. ഓക്കെ. 35 അബവ് കിട്ടുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തേക്ക്, അതായത് ഇപ്പോൾ കോയമ്പത്തൂർ, വിശാഖപട്ടണം, തൂത്തുക്കുടി ഇവിടെയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും പോർട്സ്, പിന്നെ നമ്മുടെ വിഴിഞ്ഞം, അവിടെയൊക്കെ പോർട്സ് ഇല്ലേ, പോർട്സിൻ്റെ ബേസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് വെയർ ഹൗസിലും കാര്യങ്ങളിലും എല്ലാം നല്ല പാക്കേജിൽ ജോലിക്ക് ആളെ എടുക്കുന്നുണ്ട്. കാരണം അവിടെയൊക്കെ സ്കില്ലുള്ളവർ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് സ്കിൽ അക്വയർ ചെയ്ത് നമ്മുടെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെങ്കിൽ നമുക്ക് കയറാൻ പറ്റും, നമുക്ക് പരിചയമുള്ള നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്ക് കയറ്റാനും പറ്റും. ഓക്കെ. അപ്പോൾ എന്താ പറയുക, എനിക്കും ഗുണമുണ്ട്, എൻ്റെ